ഓക്കെ സോ ഹായ് ഹലോ വെൽക്കം ടു AZB അക്കാഡമി. സോ എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും നിങ്ങൾ ഓരോ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ടെൻഷനാണ് 10th ലെവൽ ഒരുമിച്ച് വരുന്നു, +2 ലെവൽ ഒരുമിച്ച് വരുന്നു, ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുമിച്ച് വരുന്നു. ചിലപ്പോൾ ഈ എക്സാമുകളെല്ലാം ഒരേ സമയത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു ടെൻഷനാണ് എന്താണ്, എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ. നിങ്ങൾക്ക് ഒരു എക്സാം 10th വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 10th പഠിക്കേണ്ടി വരുന്നു, +2 വരുമ്പോഴത്തേക്ക് +2 ലെവലിന് പഠിക്കേണ്ടി വരും, ഡിഗ്രി വരുമ്പോഴത്തേക്ക് ഡിഗ്രി ലെവൽ. ഇതിന് മൂന്നിനും എന്താണ് ഡിഫറൻറ്റ് സിലബസും ആണ് അല്ലേ. ഓരോന്നിനും എന്താണ് 10th ഒരു സിലബസ്, +2 ഒരു സിലബസ്, ഡിഗ്രി ലെവലിന് ഒരു സിലബസ്, അങ്ങനെയുള്ള എല്ലാത്തിനും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പലപ്പോഴും, നമുക്കിത് മൂന്നിനും വേണ്ടി ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും എഴുതാൻ ഒരേപോലെ മൂന്നിനും ഒരേ സമയത്ത് പഠിക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് മൂന്നും ഒരേ രീതിയിൽ ഒറ്റപ്പെടുത്താൻ പഠിച്ചാൽ നിങ്ങൾക്ക് മൂന്നും അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിലബസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, കുറച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ വരുക നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓരോ എക്സാമിനും എന്ത് വരും, എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന എക്സാമിനൊക്കെ അതിന് ചേഞ്ചസ് ഉണ്ടാവും. ബട്ട് ജനറലായിട്ട് വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് ഈ ഒരു സിലബസും കാര്യങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒറ്റപ്പെടുത്തത്തിലൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ 3 എക്സാംസും കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ വരുന്നത് ഏതാണ്? ഫസ്റ്റ് തന്നെ വരുന്നത് നോക്കുക, മാത്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവലിനും 10th ലെവലും +2 ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഇപ്പോൾ ഈ തന്നിരിക്കുന്നത്. വേറെ ഒന്നിൻ്റെ അല്ല, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്ത്. അപ്പം നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടായിരിക്കും, മാത്സിന് മാത്രമായിരിക്കത്തില്ല, ഏതെടുത്താലും ഡിഗ്രി ലെവലല്ലേ, ഏറ്റവും വലുത് ഡിഗ്രി അല്ലേ. അപ്പോൾ ഡിഗ്രി ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ +2 10th എല്ലാം ഓക്കെ ആവുമല്ലോ എന്നുള്ളത് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണോ? ഓക്കെ, ഇതിനാണെങ്കിലും മാത്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സിലബസിൽ വരുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത് ഇവിടെ തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞതല്ലേ ഡിഗ്രി ലെവലിൽ തന്നെയാണല്ലോ. ലഘുഗണത്തിലേക്ക് വരും സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, അതുപോലെ ശതമാനം. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് വരും. 10th +2 ഡിഗ്രിക്ക് എല്ലാത്തിനും എന്താണ്, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്താണ് കോമൺ ആണ്. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 3 ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വിചാരിക്കും ഡിഗ്രി അല്ലേ ഏറ്റവും വലുത്, അപ്പോൾ 10th വേറൊന്നും പഠിക്കണ്ട. അല്ല, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ 10th ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, 10th ലെവലിന് മാത്രം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, വേറെ ഒന്നുമല്ല, നമ്മുടെ ലസാഗു ഉസാഗയൊക്കെ ഉണ്ടല്ലോ, ലസാഗു ഉസാഗ, അതായത് നമ്മുടെ എന്താണ് LCM HCF ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. LCM HCF ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 10th ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ വർഗം, നമ്മുടെ വർഗവും വർഗ്ഗമൂലവും ഒക്കെ എന്താണ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 10th മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതാണ്, സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്, വർഗവും വർഗ്ഗമൂലവും ഒക്കെ. ഓക്കെ, അപ്പോൾ ആ മാത്സിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിക്കുക. നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ദെൻ നമുക്ക് മെന്റൽ ലെവലിറ്റി വരുമ്പോൾ, മാനസിക ശേഷി വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ എന്ത് തന്നെയാണ് ഫോം ചെയ്യേണ്ടത്, ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ തന്നെയാണ് കേട്ടോ ഫോം ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ എന്ത് തന്നെ ഫോളോ ചെയ്യുക, ഡിഗ്രി ലെവൽ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഡിഗ്രി ലെവൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 10th ലെവലിനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 10th ലെവൽ നോക്കുന്ന ഒരാളും കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ സിലബസുകളെല്ലാം കവർ ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചെയ്യണം. വേറെ ഒന്നുമല്ല, തരംതിരിക്കൽ വേണം. തരംതിരിക്കൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏത് വരും, അർത്ഥവത്തായ രീതിയിലുള്ള ക്രമീകരണം, അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കാനും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 എക്സാംസിന് വേണ്ടി കോമൺ ആയിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി ലെവലിൻ്റെ സിലബസ് ഫോളോ ചെയ്താൽ മാത്രം മതി. 10th ഇങ്ങനെ 1-2 ടോപ്പിക്സ് കൂടെ ഈ ഒരു സിലബസിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ആയിട്ട് പഠിക്കുക. ഇത്രയാണ് കേട്ടോ മാത്സ് മെന്റൽ എബിലിറ്റി വരുന്നത്. ദെൻ നമ്മൾ നേരെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇംഗ്ലീഷിൽ വരുമ്പോൾ നിങ്ങൾ ഒട്ടും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറയുന്ന പോലെ മെയിൻസിന് എന്തില്ല, നമുക്കറിയാലോ, പലപ്പോഴും ഡിഗ്രി ലെവൽ മെയിൻസിന് എന്ത് വരുന്നില്ല, നമുക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. ഡിഗ്രി ലെവൽ മെയിൻസിന് എന്ത് വരുന്നില്ല, ഇംഗ്ലീഷ് ഇല്ല, അറിയാമല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സിലബസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ടോപ്പിക്കും എല്ലാം വരുന്നത് ഡിഗ്രി പ്രിലിംസിനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പിക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th +2 ഡിഗ്രി ലെവൽ ഈ 3 എക്സാമുകൾ എന്താണ്,
കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്തിന് ഫോളോ ചെയ്യുക, ഇംഗ്ലീഷിന് ഫോളോ ചെയ്യുക. അവിടെ എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 10th ലെവൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രീവിയേഷൻസ് വരാറുണ്ടല്ലോ. അബ്രീവിയേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അബ്രീവിയേഷൻസ് പിന്നെ കമ്പാരിസൺ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ആയിട്ട് 10th ലെവൽ പഠിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ 2 ടോപ്പിക്കുകളും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രിലിംസിൻ്റെ ഈ സിലബസ് ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. ഓക്കെ, ഈ സിലബസാണ് ഇംഗ്ലീഷിന് ഫോളോ ചെയ്യേണ്ടത്. ദെൻ മലയാളം വൊക്കാബുലറി വരുമ്പോഴത്തേക്ക്, വൊക്കാബുലറി ഈ കാര്യങ്ങൾ ലാംഗ്വേജിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, സിംഗുലർ പ്ലൂറൽ, ചേഞ്ചസ് ഓഫ് വേർഡ്, കോമ്പൗണ്ട് വേർഡ്സ്. അപ്പോൾ അറിയാലോ 2 പാർട്ടായിട്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻസും വരുന്നുണ്ട്, വൊക്കാബുലറി പോർഷൻസും വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ ആയിട്ട് പഠിച്ചാൽ മതി. അറിയാമല്ലോ? ദെൻ നമുക്ക് വരുന്നത് മലയാളമാണ്. മലയാളം നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട, 10th +2 ഡിഗ്രി ഏത് വന്നാലും നിങ്ങൾ എന്താണ്, കോമൺ സിലബസ് ആണ് കേട്ടോ. മലയാളത്തിന് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മലയാളത്തിന് ഏത് എക്സാം എടുത്താലും അവിടെ എന്താണ്, സെയിം സിലബസ് ആണ് കേട്ടോ, സെയിം സിലബസ് ആണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. മലയാളത്തിന് ഒറ്റ സിലബസേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വരുന്നൊരു സാധനം കൂടെ എന്ന് പറയുന്നത് ഘടകപദങ്ങളും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഘടകപദങ്ങളും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഈ 3 എക്സാമിനും കൂടെ ഏതിൽ പഠിക്കേണ്ടത്, മലയാളത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ദെൻ നമുക്ക് വരുന്നത് ഹിസ്റ്ററി പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു സിലബസ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ആ ഒരു സിലബസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി നിങ്ങൾക്ക് എന്താണ്, സിമ്പിളാണ്. ഓക്കെ, ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. സോ ഡിഗ്രി പ്രിലിംസിന്റെ ടോപ്പിക് എന്ത് ചെയ്യാം, പഠിക്കുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ 10th ലെവൽ ഡിഗ്രി പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 10th ലെവൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ 12th ലെവൽ എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ മെയിൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഈ മിഡീവൽ ഇന്ത്യ നിങ്ങൾക്ക് എന്തിലില്ല, ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. പലരും സ്കിപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് എന്ത് വേണ്ട, മെയിൻ എക്സാമിനും അതുപോലെ ഡിഗ്രി ലെവൽ തന്നെ ആണെങ്കിൽ മെയിൻസ് എടുത്താലും, അതുപോലെ നമ്മൾ 10th ലെവൽ +2 ലെവൽ നോക്കുമ്പോഴത്തേക്ക് ബാക്കി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കും എന്തിനു വേണം, നമുക്ക് എല്ലാ എക്സാംസിനും വേണം. ഹിസ്റ്ററിയിൽ ഏത് മാത്രം വേണ്ട, മിഡീവൽ ഇന്ത്യ നമുക്ക് എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. സോ മിഡീവൽ ഇന്ത്യ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഈ കാണുന്ന പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, ഏത് ലെവൽ എക്സാമിനും ഹിസ്റ്ററിയുടെ എന്താണ്, കോമൺ സിലബസ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത്. ദെൻ നമുക്ക് വരുന്നത് ജോഗ്രഫിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ജോഗ്രഫി നമുക്ക് നോക്കാം. ജോഗ്രഫിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ജോഗ്രഫി ഒന്ന് നോക്കാം. ജോഗ്രഫിയിൽ ഇതേ ഈ ഒരു കോമൺ സിലബസ് തന്നെ ഏതിൻ്റെയാണ്, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് വരുന്നത് എന്ത് തന്നെയാണ്, പ്രിലിംസിൻ്റെ സിലബസ് ആണ്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആവുന്ന എല്ലാ കോമൺ സിലബസും മെയിനായിട്ട് വരുന്നത് എവിടെയാണ്, പ്രിലിംസിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ ടോപ്പിക്ക് ഒരുമിച്ച് ഈ 3 ലെവൽ എക്സാംസിനും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല സിലബസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെയാണ്, ഡിഗ്രി പ്രിലിംസിൻ്റെയാണ്. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യും, അതിനകത്ത് വരും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 10th കൂടെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 10th ലെവലിനും കൂടി വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ വരുന്നത് മറ്റൊന്നുമല്ല, ഇത് ഇങ്ങോട്ടേക്ക് വരിക 10th ലെവലിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. 10th ലെവലും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും മാർക്ക് വെയിറ്റ് വെച്ച് നോക്കണ്ടേ, ഇത് നോക്കണ്ട, ഇത് ജനറൽ ആയിട്ട് വരുന്നത് ഓരോന്നിനും വ്യത്യാസം വരും കേട്ടോ. സോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയം, അതുപോലെ കേരളത്തിലേക്ക് വരുമ്പോഴോ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, ഇതൊക്കെ നിങ്ങൾക്ക് ഏതിനില്ല 12th അതുപോലെ ഡിഗ്രി ലെവലൊന്നും വരുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻസ് അധികം വരാറില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഏത് പഠിക്കുക, 10th ലെവലും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സിലബസിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇതൊക്കെ കൂടി കേട്ടോ. അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ നമുക്ക് വരുന്നത് എക്കണോമിക്സ് വരുമ്പോഴത്തേക്ക് കേട്ടോ. എക്കണോമിക്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എടുക്കേണ്ടത് ഡിഗ്രി മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും കൂടെ ടോപ്പിക്കാണ്. ഡിഗ്രി മെയിൻസിൻ്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സുഖമായിട്ട് പഠിക്കാം, എക്കണോമിക്സ് സുഖമായിട്ട് പഠിക്കാം. അതിൽ ഈ പറഞ്ഞു നിങ്ങൾ ഈ ഓരോന്ന് നോട്ട് ചെയ്യാം, ജസ്റ്റ് ഈ കാണിക്കുന്ന ഓരോ സിലബസും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഡിഗ്രി മെയിൻസിൻ്റെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത്
അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ടൊന്നുമല്ല പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും നല്ലോണം പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ SI എക്സാമിൻ്റെ സബ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എക്സാമും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ SI എക്സാമിനല്ല, നിങ്ങൾക്ക് ബാക്കി 10th +2 ഡിഗ്രി വരുമ്പോഴത്തേക്ക് ഈ സിലബസിൽ നിന്നും ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദിയർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ താഴോട്ട് വരുന്ന ഓരോ ബോഡീസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻ പഠിക്കണം. പക്ഷേ നിങ്ങൾ 10th അല്ലെങ്കിൽ +2 ഡിഗ്രി പ്രിലിംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് അല്ല. ഇത് SI എക്സാംസിന് എന്താണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുന്ന ഇതേപോലെ തന്നെ കേരള ഗവേണൻസ് വരുമ്പോഴത്തേക്ക് ഇവിടെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, SI എക്സാമിൻ്റെ സിലബസ് തന്നെയാണ്. ഇതിലും എന്താണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്, ഫുൾ സിലബസ് SI എക്സാമിലുണ്ട്. ഇത് ഫുള്ളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. SI എക്സാമിൻ്റെ ടോപ്പിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് 10th +2 ഡിഗ്രി ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എവിടെ വരുന്നുണ്ട്, SI എക്സാമിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, യെസ്. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് IT. നിങ്ങൾക്ക് ഇനി കോമൺ ആയിട്ട് സിലബസ് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് വരുന്നു. ഓക്കെ, നമുക്ക് സയൻസ് സിലബസ് സെപ്പറേറ്റഡ് നമുക്ക് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഇനി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് IT, അതുപോലെ ചില എക്സാംസ് സ്പെസിഫിക് ആയിട്ട് വരുന്ന സിവിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനത്തെയൊക്കെ ഏത് വന്നു കഴിഞ്ഞാലും, അതുപോലെ നമുക്ക് ഏതാണ് ലൈഫ് സയൻസ്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ പറഞ്ഞാലേ ആർട്സ്, സ്പോർട്സ് ആൻഡ് കൾച്ചർ, ഇങ്ങനത്തെയൊക്കെ ഇങ്ങനത്തെയൊക്കെ ഏത് ടോപ്പിക്ക് വന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് എന്താണ് എല്ലാ എക്സാംസിനും നിങ്ങൾ കോമൺ ആയിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ അത് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഡിഗ്രി പ്രിലിംസിൻ്റെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു 3 ലെവൽ എക്സാംസിൻ്റെയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാത്തിലും സെയിം ആണ്, എല്ലാ എക്സാംസിനും ഇതെല്ലാം എന്താണ്, സെയിം ആണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, ഡിഗ്രി പ്രിലിംസിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ആർട്സ്, സ്പോർട്സ്, കൾച്ചർ എല്ലാ എക്സാമിനും സെയിം ആണ്. IT, സിവിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനത്തെ സ്പെഷ്യൽ ടോപ്പിൽ ലൈഫ് സയൻസ് ഒക്കെ വരുമ്പോൾ അതിനെല്ലാം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എന്ത് ചെയ്താൽ മതി, കോമൺ ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന സയൻസിന് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സയൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്നത് പോലെ 10th ലെവലൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. അതും ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. സോ ഈ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ഓരോ ലെവൽ എക്സാംസിനും കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷനുള്ള ക്ലാസ് ആണ് നിങ്ങൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ACB അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 2027 LDC ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ലോങ് ടൈം ബാച്ചുള്ള മിഷൻ LDC 2027 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24/7 ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റൻസോട് കൂടിയ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെക്ഷൻസോടുകൂടി നിങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ടോടി തന്നെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ആപ്പിലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ലഭ്യമാണ്. അത് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ബാക്കി സയൻസ് റിലേറ്റഡും അല്ലാത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ ഇപ്പോൾ ഈ ഒരു സിലബസ് എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.